പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചതിനെതിരെ പരാതിയുമായി സേവ് യൂണിവേഴ്സിറ്റി ആക്ഷൻ കൗൺസിൽ. വസ്തുതകൾ വെറ്ററിനറി സർവകലാശാല മറച്ചുവെച്ചതുകൊണ്ടാണ് കോടതി ഇവർക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതെന്നാണ് ആക്ഷേപം. ഇത് ചൂണ്ടിക്കാട്ടി ഗവർണർക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നുണ്ട്. ഈ സിദ്ധാർത്ഥ് കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതികൾക്ക് ഈ പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയതിനെതിരെ ഇത് നിയമപരമായിട്ട് തന്നെയാണോ ഈ വിദ്യാർത്ഥികൾ, ഈ പ്രതിപട്ടികയിലുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്? അവിടെ ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം നടന്നിട്ടുണ്ടോ ഡാൻ? ടോം, CBI അന്വേഷിക്കുന്ന കേസിൽ CBI കുറ്റപത്രം സമർപ്പിക്കുകയും 3 മാസം റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ജാമ്യം ലഭിക്കുകയും ചെയ്ത വെറ്ററിനറി സർവകലാശാലയിലെ ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്കാണ് പരീക്ഷ എഴുതാൻ വെറ്ററിനറി സർവകലാശാല അനുവാദം നൽകിയത്. കോടതിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തീർപ്പ് കൽപ്പിച്ച് അവർക്ക് പരീക്ഷ എഴുതാമെന്ന് പരീക്ഷ നടക്കുന്നതിന് തലേ ദിവസം സമർപ്പിച്ച ഹർജിയിന്മേൽ ഉത്തരവിടുകയും ചെയ്തത്. പക്ഷേ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ആക്ഷൻ ഫോറം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം അവർ നേരിട്ട് പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ വെറ്ററിനറി സർവകലാശാലയുടെ ദേശീയ തലത്തിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് 75% കുറയാത്ത ഹാജർ നിലയുള്ളവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ അനുവാദമുള്ളൂ. പക്ഷേ ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികൾക്ക് 50% താഴെ മാത്രമാണ് ഹാജരുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷ എഴുതാൻ സർവകലാശാല മുമ്പോട്ട് വെക്കുന്ന നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം അനുവാദം ഇല്ല എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ആക്ഷൻ ഫോറം പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കി നൽകിയതിന് പിന്നിൽ സർവകലാശാലയ്ക്ക്, വെറ്ററിനറി സർവകലാശാലയ്ക്ക് പങ്കുണ്ട്. ഇവർക്ക് വേണ്ടി അവസരം ഒരുക്കി നൽകുകയായിരുന്നു പരീക്ഷ എഴുതാൻ എന്ന ആക്ഷേപമാണ് മുമ്പോട്ട് വെക്കുന്നത്. അതോടൊപ്പം ഈ വെറ്ററിനറി സർവകലാശാലയിലെ ആന്റി റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെയും കൃത്യമായ നിർദ്ദേശം അനുസരിച്ച് അവരുടെ ഉത്തരവിന്മേൽ 3 വർഷം ഈ വിദ്യാർത്ഥികളെല്ലാം കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ പരീക്ഷ എഴുതാൻ അവസരം ഒരുങ്ങി? അവിടെ കൃത്യമായി കോടതിക്ക് മുമ്പിൽ സർവകലാശാല അധികൃതർ വസ്തുതകൾ മറച്ചുവെച്ചതുകൊണ്ടാണ് പരീക്ഷ എഴുതാനുള്ള അവസരം ഇവർക്ക് ലഭിച്ചത് എന്ന ആക്ഷേപമാണ് സേവ് യൂണിവേഴ്സിറ്റി ആക്ഷൻ ഫോറം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഈ വസ്തുതകൾ ഗവർണർക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതോടൊപ്പം ഈ പരീക്ഷ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ പരാതിയുമായി രംഗത്തുള്ള സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ കൂടി കേസിൽ കക്ഷി ചേരാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അടക്കം നിയമപരമായി മുമ്പോട്ട് നീങ്ങാനുള്ള തീരുമാനത്തിലാണ് സേവ് യൂണിവേഴ്സിറ്റി ആക്ഷൻ ഫോറം. ടോം, ഡാൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ കുടുംബവും അതോടൊപ്പം സേവ് യൂണിവേഴ്സിറ്റി ആക്ഷൻ കൗൺസിലുമാണ്. നിയമപരമായിട്ടാണ് അവർ, അതായത് ഏതൊരു വ്യക്തിയുടെയും ഒരു അവകാശമാണ്, ഒരു വിദ്യാർത്ഥിയുടെ അവകാശമാണ് പരീക്ഷ എഴുതാനുള്ളത്. പക്ഷേ ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് ഈ വെറ്ററിനറി സർവകലാശാല കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിയുമായി മുന്നോട്ട് പോയതെന്ന് പറയുന്നുണ്ട്. ഏത് രീതിയിൽ, അതായത് ഇവരൊരു പ്രതികളാണ്, ഈ രീതിയിൽ ഒരു വിദ്യാർത്ഥിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപട്ടികയിലുള്ളവരാണ് ഈ വിദ്യാർത്ഥികൾ എന്ന കാര്യം മറച്ചുവെച്ച എന്നാണോ ഈ കുടുംബവും ആക്ഷൻ കൗൺസിലും ആരോപണം ഉന്നയിക്കുന്നത്? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രമാദമായ ഒരു കേസാണ് ഈ സിദ്ധാർത്ഥന്റെ മരണം, ദുരൂഹ മരണം ഉണർത്തിയ കേസ്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ മുഴുവൻ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങളൊക്കെ നടക്കുകയും അത് സർക്കാരിനെ വലിയ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസ് CBIക്ക് കൈമാറാൻ മുഖ്യമന്ത്രി തന്നെ ഉത്തരവിടുന്ന ഒരു പശ്ചാത്തലം നമുക്കതെല്ലാം അറിയാവുന്നതാണ്. അതിനുശേഷം CBI ഉദ്യോഗസ്ഥർ ഈ കേസ് ഏറ്റെടുക്കാൻ കാലതാമസം ഉണ്ടായത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുന്നതിൽ ബോധപൂർവമായി കാലതാമസം വരുത്തിയത് മൂലമാണ് എന്ന ആക്ഷേപം അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. അതിനു പിന്നാലെയാണ് കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കുകയും അടിയന്തരമായ അന്വേഷണം നടത്തി 3 മാസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. പക്ഷേ
അതിന് പിന്നാലെ ഈ വിദ്യാർത്ഥികൾക്ക്, അതായത് സ്വാഭാവികമായി ഏത് കേസിൽ ശിക്ഷിക്കപ്പെടുന്ന പ്രതികളാണെങ്കിലും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവികമായി ആ കേസിൽ ഉൾപ്പെട്ടവർക്ക് അടക്കം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിദ്ധാർത്ഥ മരണവുമായി ബന്ധപ്പെട്ട, ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം ലഭിച്ചത് എന്ന് തന്നെയാണ് കോടതിയുടെ ഉത്തരവിൽ നമുക്ക് വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യവും. പക്ഷേ ഇവിടെ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ ആക്ഷേപം എന്ന് പറയുന്നത് 75% ഹാജരില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദം നൽകുകയില്ല എന്നുള്ള സർവകലാശാലയുടെ മാനദണ്ഡം കാറ്റിൽ പറത്തിക്കൊണ്ട് 50% താഴെ മാത്രം ഹാജർ നിലയുള്ള ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് പിന്നീട് എങ്ങനെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ്. അവിടെ ബോധപൂർവമായ വീഴ്ച വരുത്തിയത് വെറ്ററിനറി സർവകലാശാലയാണോ, അതോ അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ കഴിയാതിരുന്നതാണോ? ഈ ആക്ഷേപങ്ങൾക്ക് കൃത്യമായി സർവകലാശാല അധികൃതർ ഉത്തരം നൽകേണ്ടി വരും. ആ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർന്നു കേൾക്കുക തന്നെ ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചാൻസലർ എന്ന നിലയിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച പരാതിന്മേൽ കൃത്യമായൊരു നടപടിയുമായി അദ്ദേഹം ഏതെങ്കിലും ചുവടുകൾ വെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അത് വെറ്ററിനറി സർവകലാശാല അധികൃതരെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണം. ഈ നടപടിക്കെതിരെ ഈ കുടുംബ സേവ ഈ ആക്ഷൻ കൗൺസിലോ ഈ കോടതിയെ സമീപിക്കാനുള്ള ഒരു നിയമപരമായിട്ട് നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ ഡാൻ? നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഇത്തരമൊരു വിധിക്കെതിരെ, അതായത് ഈ പരീക്ഷ എഴുതാൻ അനുവാദം നൽകിയ വിധിക്കെതിരെ ഈ കുടുംബം അടക്കം കോടതിയിലേക്ക് നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വാഭാവികമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിധി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർ ആ പരീക്ഷ, അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതാനുള്ള അനുവാദം നേടുകയായിരുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ വീണ്ടും നിയമപരമായി മുമ്പോട്ട് പോകാനുള്ള നീക്കം സേവ് യൂണിവേഴ്സിറ്റി ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കുടുംബാംഗങ്ങളെ കൂടി, അച്ഛനെ കൂടി ഈ കേസിൽ കക്ഷി ചേർക്കണമെന്ന ആവശ്യം കൂടി ഇവർ കോടതിക്ക് മുമ്പിൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നതും. ടോം, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.